ചെയ്ത അദ്ദേഹം കഴിഞ്ഞ പോലീസ് ആംഡ് പോലീസ് അടിമച്ചങ്ങലകൾ അവരുടെയും നേതൃത്വത്തിൽ 37 പെട്രോളുകൾ വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് മാർച്ച് ചെയ്ത് കടന്നു പോകുന്നു. പരേഡിൽ ഒന്നാമതായി അണിനിരക്കുന്ന മലബാർ സ്പെഷ്യൽ പോലീസ് ബറ്റാലിയൻ പെട്രോളിനെ നയിക്കുന്നത് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീ മാർട്ടിൻ ഡിക്രോസ്. രണ്ടാമതായി മലപ്പുറം ജില്ലാ പോലീസ് പെട്രോൾ നയിക്കുന്നു ഹാദിൻ റഹ്മാൻ കെ. മൂന്നാമതായി മലപ്പുറം ജില്ലാ പോലീസ് വനിതാ. ഇപ്പോൾ വിഷ്ണാദിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന അഞ്ചാമത്തെ പെട്രോൾ ഫോറസ്റ്റ് വിഭാഗം പെട്രോളിനെ നയിക്കുന്നു. ഏഴാമത് ചൂണ്ടി നയിക്കുന്നു മുഹമ്മദ് ജസീൽ ഇ നയിക്കുന്ന ഗവൺമെന്റ് കോളേജ് മലപ്പുറം. സീനിയർ എൻസിസി ബോയ്സ് MSP ഹയർ സെക്കൻഡറി നയിക്കുന്നു. 10ാമത് പ്ലസ് 2 MSP ഹയർ സെക്കൻഡറി സ്കൂളിനെ നയിക്കുന്നു മുഹമ്മദ്. ഉപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു. 22 ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന അഭിമാനകരമായ ഈ സുദിനത്തിൽ ഐക്യത്തിൻ്റെയും ബഹുസ്വരതയുടെയും പുരോഗതിയുടെയും സമാധാനത്തിൻ്റെയും കൊടിയടയാളത്തിന് കീഴിൽ ഒരുമിച്ച് കൂടിയ ഇന്ത്യയിലെ എൻ്റെ സഹപൗരരെ, നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആഹ്ലാദം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. നെഞ്ചുകീറുന്ന വേദനയിലൂടെയാണ് കഴിഞ്ഞ കുറേ ദിവസമായി നാം എല്ലാവരും കടന്നു പോകുന്നത്. അനിർവചനീയമായ പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും സ്വാസ്ഥ്യം പകരുന്ന സുഖ ശീതളിമയുടെയും വിശാല ഭൂമികയായ വയനാട് ഇന്ന് കണ്ണീരിൻ്റെ നനമുടങ്ങാത്ത ഭൂപ്രദേശമായി നിലകൊള്ളുകയാണ്. ആ നാട് കണ്ണീർ നോവായി നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു. അത് കേവലം വയനാട്ടുകാരുടെ മാത്രം വേദനയല്ല, ഈ നാടിൻ്റെ ആകെ നൊമ്പരമാണ്. വയനാടിന്റെ പ്രകൃതി സൗന്ദര്യത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട പുഞ്ചിരിമറ്റവും അട്ടമലയും മുണ്ടക്കയും ചൂരൽമലയുമെല്ലാം പ്രകൃതി കലിതുള്ളിയ രാവുകളിലൊന്നിൽ സമാനതകളില്ലാത്ത ദുരന്തത്തിന്റെ ഇരകളായി മാറി. നൂറുകണക്കിന് പേരുടെ ജീവഹാനിക്കും സ്വത്തുനാശത്തിനും കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശത്തിനും അതിടയാക്കി. ഉച്ചവരെയും ഉടയവരെയും എല്ലാം നഷ്ടപ്പെട്ടവരുടെ കണ്ണുനീര് തോരുന്നില്ല. ഞാൻ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത് വയനാടിന്റെ കണ്ണീരുണങ്ങിയിട്ടില്ലാത്ത ആ നോവ് പടർന്ന മണ്ണിൽ നിന്നാണ്. സ്വന്തമായിട്ടുണ്ടായിരുന്നതെല്ലാം കിടപ്പാടം ഉൾപ്പെടെ ഉരുളെടുത്തു പോയവരെ എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കാനാവുക? എന്നാൽ അവരുടെ അതിജീവനത്തിന് കരുത്തു പകർന്ന്, അതിജീവനത്തിന്റെ അഗ്നി പകർന്ന് അവർക്കൊപ്പം നിന്ന് പുതിയൊരു ജീവിതവും ജീവിതോപാധികളും
പടുത്തുയർത്തുന്നതിന് സംസ്ഥാന സർക്കാരിനൊപ്പം ഈ നാട്ടിലെ ജനത ഒന്നടങ്കം അണിചേരുന്ന കാഴ്ച ഏറെ ആവേശവും ആത്മവിശ്വാസവും പകരുന്നതാണ്.